Good evening and welcome to A&M Express. Powered by Time Express Cargo. ഞാൻ ആതിര. ഞാൻ മുരുകേഷ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇനി ഒരാഴ്ചയും കൂടെ കഴിഞ്ഞു, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി 2 ദിവസം നമ്മുടെ ഒരു അവധിയൊക്കെ കഴിഞ്ഞ് ഓഫീസും സ്കൂളും ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത 2 ദിവസമായിരുന്നു കഴിഞ്ഞ 2 ദിവസം. പക്ഷേ 2 ദിവസം സർപ്രൈസ്ഡ് ആയിട്ട് ട്രാഫിക് വളരെ ലൈറ്റ് ആയിരുന്നു. അല്ല നല്ല രീതിയിൽ. കാരണം രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഐ തിങ്ക് ഒരു 1/2 45 മിനിറ്റ്സിന് ഡിഫറൻസ് ഉണ്ട്. നാട്ടിൽ പോയി. കാരണം കുട്ടികൾക്കൊക്കെ ഈ ഒരു ഐ തിങ്ക് ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ സ്കൂൾ അടയ്ക്കുന്നു എന്നൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ അടുത്ത ആഴ്ച ഞാൻ നാട്ടിൽ പോവുകയാണ്. ആണോ? 2 ആഴ്ചത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. അത് ശരി. മാനേജർ ലീവ് തന്നു കാണത്തില്ലായിരിക്കും അല്ലേ? ലീവൊക്കെ കിട്ടി, പക്ഷെ ലീവില്ല. ഈ ലീവ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവം നമുക്ക് തികയുന്നില്ല. നമുക്ക് ജഗതി പറഞ്ഞു 300 ദിവസം ലീവ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അത്ര അഹങ്കാരമൊന്നും ഒരു 4 മാസം അവധി വേണം. ജഗതി പറഞ്ഞ നമുക്കൊരു 10,000 രൂപ എന്ന് പറയുന്നതാണ് ഒരു 4 മാസം. അപ്പൊ എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ അറിയാനായി നമ്മൾ കാത്തിരിക്കുകയാണ്. 0423822491 എന്ന നമ്പറിൽ വിളിക്കുക. യെസ്, വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ചില സമ്മാനങ്ങൾ. അവധിയൊക്കെ എല്ലാവരും എങ്ങനെ ആഘോഷിച്ചു? കാരണം അവധിയുടെ ദിവസങ്ങളൊക്കെ ഭയങ്കര ചൂടായിരുന്നു. ദുബായ് മോളിൽ പോയി തള്ളു കിട്ടി എത്ര പേരുണ്ടെന്നുള്ള അറിയണം. ദുബായ് മോളിൽ പിന്നെ അതൊരു റിച്വൽ ആണല്ലോ. ഈദ് ഹോളിഡേ ഭീകരമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സെയിം ഇതേപോലത്തെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഞാൻ മോളിൽ പോയിട്ടില്ല. ഇങ്ങനത്തെ സെയിം ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് പോയപ്പോഴത്തേക്ക് ആ വാഹനത്തിന്റെ ക്യൂ തന്നെ കണ്ടിട്ട് കിളി പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ദുബായ് മോളിൽ ജൂലൈ 1 മുതൽ പെയ്ഡ് പാർക്കിംഗ് ആണ് വരാൻ പോകുന്നത്. അത് ജൂലൈ 1 മുതൽ അവർ നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷെ ജൂലൈ 1 മുതൽ അത് തുടങ്ങുകയാണ്. ദുബായ് മോളിൽ പോകുന്നവർക്കൊക്കെ അത് അതായത് ദുബായ് മോളിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ജോലിക്ക് പോയിരുന്ന എല്ലാരും കൂടെ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് നെഞ്ചി കൈവച്ചു. ഈവൻ നമ്മളിപ്പോ ഷോപ്പിങ്ങിന് പോകണമെങ്കിലും ആ പെയ്ഡ് പാർക്കിംഗ് കൊടുക്കണം എന്നാണ്. പക്ഷെ അതൊരു ഇച്ചിരി കഷ്ടമാണ്. അല്ലല്ല, അത് അവർ 3 hours അല്ലെങ്കിൽ 2 hours അവർ തരും. 3 hours അല്ല, മിക്കവാറും 3 to 4 hours അവർ തരും. കാരണം നടന്നെത്തണ്ടേ. ആണല്ലേ? എന്തായാലും നമ്മുടെ ഫസ്റ്റ് കോളർ റെഡിയാണ്. ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ. ഹലോ മാലിക്. അങ്ങനെ ഞാൻ മാലിക്കിനെ കണ്ടുപിടിച്ചു. ആണാ? മാലിക് ഒന്ന് ഒഴിഞ്ഞിട്ടോട്ടാ. കണ്ട സ്ഥിതിക്ക് ഈദ് മുബാറക്. മുബാറക് ഈദ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഈദ് എങ്ങനെ പോയി? ഈദ് ഇവിടെ അബുദാബി തന്നെ ഉണ്ടായിരുന്നു. അമ്മ നാട്ടിൽ പോയിരിക്കായിരുന്നു അല്ലേ? ഓഫീസ് ഉണ്ടായിരുന്നു. അല്ല, അമ്മയില്ലായിരുന്നല്ലോ. അമ്മ നാട്ടിലല്ലേ? അമ്മ നാട്ടില. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇപ്പൊ? ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. സത്യം പറ. മുരുകേശന്റെ സ്വഭാവം അല്ല എല്ലാവർക്കും കേട്ടോ, അല്ലേ മാലിക്? അതെ. ഓക്കെ. ഇതിനപ്പോ ഒന്നും കേൾക്കണം. അപ്പൊ ഇതിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നോ? അല്ല, ഇതിന്റെ അന്നില്ല, അടുത്ത ദിവസം തിങ്കൾ ചൊവ്വ. ഇതിന്റെ അവധിയല്ലേ? ഇതിന്റെ അന്ന് അപ്പൊ എന്ത് ബിരിയാണിയാണ് കഴിച്ചത്? ഇതിന്റെ അന്ന് അവധി. എന്ത് ബിരിയാണി വെച്ചു? ബിരിയാണി റിലേറ്റീവിന്റെ വീട്ടിലായിരുന്നു. ഓ അത് ശരി. ബിരിയാണി, മട്ടൺ ബിരിയാണി. അടിപൊളി. നല്ല പീസൊക്കെ ഉണ്ടായിരുന്നോ? നല്ല പീസൊക്കെ ഉണ്ടായിരുന്നോ? മട്ടനില് നല്ല പീസ് ഉണ്ടായിരുന്നു. നല്ല പീസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അപ്പൊ ആന്റി എടുത്ത് നമ്മുടെ വക ഒരു ഈദ് മുബാറക് പറയാം ആന്റി വിളിക്കുമ്പോ. ഇന്ന് മാലിക് എന്റെ ടീമിലാ കേട്ടോ. എപ്പോഴും തോക്കുന്നു. ഗെസ് ദ സോങ് ആണ്. ഓക്കെ. സുരേഷ് ഗോപി, ദിലീപ്, സംയുക്ത വർമ്മ. അതേതാണ് സിനിമ? KS ചിത്ര. സുരേഷ് പീറ്റേഴ്സ് സംഗീതം. നായികയെ നായകന് സെറ്റ് ആക്കാനുള്ള മാനേജർ. ഓ, സുരേഷ് പീറ്റേഴ്സ് ആണ് അതിന്റെ സംഗീതം. എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി അല്ല. ഓ പാടിക്കോളൂ. അല്ല, പാടാനറിയില്ല. പാട്ടിതാണ്. എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി കൂടെ എന്റെ കരളിന്റെ കഥ കേൾക്കുമോ, കണ്ണിൽ കുറിമാനമോ, അവളില്ലാതെ ഞാനില്ല എന്നെന്റെ കാതണി ചൊല്ലുമോ, പരിഭവം പറയുമോ.
പച്ചപ്പവിഴ വർണ്ണക്കുടതി വരുവാ വെളുത്തിരുവിട. അപ്പൊ അതാണ് ആ പാട്ട്. അത് എനിക്ക് അപ്പൊ ഭയങ്കര എന്തായാലും പാട്ട് ഇഷ്ടപ്പെട്ട കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് ഇല്ലേ? പറഞ്ഞതുകൊണ്ട് ഈ പാട്ട് എപ്പോ കേട്ടാലും ഞാൻ നല്ല റേഡിയോയിലായാലും ഞാൻ പാട്ടാ. മൊത്തം ഈ സിനിമ അത് എത്ര കണ്ടാലും നമുക്ക് ബോറടിക്കില്ല. ഈ പാട്ടിന്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട് ഈ പാട്ട് അല്ലേ? അതെ അതെ അതെ. സുരേഷ് പീറ്റേഴ്സ് ആണ് അതിന്റെ സംഗീതം എന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്താ പുള്ളി എടുത്ത് വിളിച്ച് പറയണോ വല്ലതും? ആ പറയണം. ഇനി മേലെ പുള്ളിയെ ചെയ്യണം. വിളിച്ചൊന്ന് അഭിനന്ദിക്കണം. നല്ല നല്ല അങ്ങനെ ഞാൻ ഓർത്തു കാരണം സുരേഷ് പീറ്റേഴ്സ് സംഗീതം ചെയ്ത പാട്ടുകൾ അധികം പുള്ളി ഫൈറ്റ് ചെയ്താണ് കണ്ടിട്ടുള്ളത് അല്ലേ? ആ അതാണ് മാലിക. അപ്പൊ മാലിക്കിന്റെ പേര് ലക്കി ഡ്രോയിലേക്ക് പോവാണ്. അതായത് നമ്മുടെ ക്രോക്കഡൈൽ പാർക്ക് വിസിറ്റ് ചെയ്യാനുള്ള ടിക്കറ്റ്സും അത് കൂടാതെ തന്നെ കാലിക്കറ്റ് ജംഗ്ഷൻ ഒലി ബ്യൂട്ടി പാർലർ കൊടുക്കാം. കാലിക്കറ്റ് ജംഗ്ഷനിലെ 50 ദിനംസിന്റെ വൗച്ചറും ആണ് ലക്കി ഡ്രോയിൽ കിട്ടുന്നത്. അതിൽ ഏത് കിട്ടുന്നുള്ളത് ലക്കി ഡ്രോ കഴിഞ്ഞ് ലക്കി ആണെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. അതല്ലാതെ ഒലിവ് ബ്യൂട്ടി പാർലറിന്റെ ഒരു വൗച്ചറും ഉണ്ട്. അത് ആന്റിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിന് കൊടുത്തോ. അപ്പൊ എന്തായാലും മാലിക്കിനെ വിളിക്കണം. ഷൈലാൻഡിയോട് അന്വേഷണം പറയാ. എത്രയും പെട്ടെന്ന് കല്യാണമൊക്കെ ആക്കിയിട്ട് പറ. എന്നിട്ട് ഈ ഇവിടെ തിരക്കില്ലാത്ത സമയം കല്യാണം നമ്മളെ വിളിക്കില്ലേ? പിന്നെ ഇവിടെ തിരക്കില്ലാത്ത സമയം നോക്കി വേണം കല്യാണം വെക്കാൻ കേട്ടോ. അത് മതി. നിനക്ക് മാലിക് എയർലൈൻ അല്ലേ, പറയാമല്ലോ സ്റ്റാഫ് ടിക്കറ്റ് എങ്ങനെയാന്നുള്ളത്. ആ സമയം നോക്കി വെച്ചാൽ മതി. ശരി, ഓക്കെ, ബൈ. പാവല്ലേ. അങ്ങനെ എന്ത് ചെയ്തു ഈദ് ഹോളിഡേസിന്? ഈദ് ഹോളിഡേസിൽ ഞാനൊരു ഈവന്റിന് പോയി. ഈവന്റോ? അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒന്നും പറയണ്ടാന്ന്, എന്താ ചെയ്യാം. ചില മുഖങ്ങളൊക്കെ കാണേണ്ടി വന്നു. ആ ഈവന്റ് കഴിഞ്ഞ് നല്ല ഇവന്റ് ആയിരുന്നു ആക്ച്വലി. നമ്മുടെ മെലഡി ഡ്രീംസ് അഫ്സൽ നയിച്ച ആ ഒരു മ്യൂസിക്കൽ ഇവന്റ് വളരെ മനോഹരമായിരുന്നു. ബാൻഡ് കേട്ടോ, കുറെ നാൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ലൈവായിട്ട് നല്ലൊരു ബാൻഡ്. ലൈവ് ബാൻഡ് ആയിരുന്നു അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആക്ച്വലി. ആ ബാൻഡിൽ വീണ്ടും ഹൈലൈറ്റ് പറയാനാണെങ്കിൽ ഫ്ലൂട്ട് വായിച്ച ചേട്ടനും മാത്രമല്ല 2 ഗിറ്റാറിസ്റ്റുകളും ഒരു രക്ഷയില്ലാതെ വായിച്ചു. എല്ലാവരും അടിപൊളിയായിരുന്നു. അതുപോലെ പാട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല. റിയാസ് ഡ്രം, റിയാസ് പിന്നെ പുലിയാണല്ലോ എല്ലാത്തിലും. എല്ലാം കൊണ്ടും വളരെ മനോഹരമായ. കുട്ടികളും നന്നായി പാടി. അപ്പൊ എന്റെ അടുത്ത സീസൺ അല്ലെങ്കിൽ അടുത്ത സെഷൻ നെക്സ്റ്റ് മന്തിലായിരിക്കും. അതിന്റെ അറിയിപ്പ് ഉണ്ടാവുന്നതായിരിക്കും. എന്തായാലും നല്ലൊരു ഷോ ആയിരുന്നു. വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു, ഷോർട്ട് ആൻഡ് സ്വീറ്റും ആയിരുന്നു. എക്സാക്ട്ലി. ഇപ്രാവശ്യം വരാൻ പറ്റാത്തവർ ഡെഫിനറ്റ്ലി അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും അനൗൺസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വന്ന് കാണാൻ ശ്രമിക്കുക. ആ സമയം വേറൊരു സെലിബ്രിറ്റി സിംഗർ ആയിരിക്കും വരിക. അങ്ങനെ പക്ഷേ ഈദിനായിരുന്നില്ല, ഈദ് തുടങ്ങുന്നതിന് മുന്നേ ആയിരുന്നു. യെസ്, ഈദ് തുടങ്ങുന്നതിന് സാറ്റർഡേ അല്ലായിരുന്നു. അതെ, സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ അതുപോലെ ഒരു അവധി ദിവസമായിരിക്കും. വന്ന് എല്ലാ പുതിയ പാട്ടുകാരാണ്, അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക അല്ലേ? പ്രോത്സാഹിപ്പിക്കാൻ. നന്നായി പാടി കുട്ടികളെല്ലാം, നന്നായി പാടി വളരെ മനോഹരമായി പാടി. ചിലപ്പോൾ ഇനി അടുത്ത വർഷം ഞാനും ചിലപ്പോൾ എന്നെ ക്ഷണിക്കും അവര് പാടാൻ എൻ്റെ ഈ പാട്ട് കേട്ടിട്ട്. എങ്കിൽ സത്യമായിട്ട് ശരി, ഞാൻ ആ ഈവന്റ് ഒന്നും നോക്കൂല. ഞാൻ കസേര ഉറങ്ങി എറിയും, ഞാൻ പോവും. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ്? ഐഷയാണേ. ഐഷ. അതെ. ഐഷ നമ്മളെ ആദ്യമായിട്ട് വിളിക്കാണോ? ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആണല്ലേ? നമ്മളെയാണോ വിളിച്ചത്? അല്ല, നമ്മളെ ഒരുപാടായി. ഓക്കെ. എന്താണ് ഇത്രയും ഗ്യാപ്പ് ഇട്ട് പിന്നെ വീണ്ടും വിളിക്കാതിരുന്നത്? അത് ഇങ്ങനെ തിരക്കൊക്കെ ടൈമൊന്നും കിട്ടുന്നില്ലായിരുന്നു. പ്രയോറിറ്റീസ്. അപ്പൊ ഐഷ, ഇതൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ? പെരുന്നാൾ എങ്ങനെ പോയി? പെരുന്നാള് കുഴപ്പമില്ലായിരുന്നു. എവിടെയെങ്കിലും ട്രാവൽ ചെയ്തോ അതോ ഇവിടെ തന്നെ ആയിരുന്നോ? ഇവിടെ തന്നെ ഉണ്ടായി. വെറുതെ വെളിയിറങ്ങി വെയിലൊക്കെ കൊണ്ടുകൂടായിരുന്നോ? നല്ല ചൂടായിരുന്നു അല്ലേ? പുറത്തിറങ്ങാൻ നല്ല ചൂടായിരുന്നു ആക്ച്വലി. അതെ, ഭയങ്കര ചൂടായിരുന്നു. ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ വെതർ ഫോർകാസ്റ്റ് അനുസരിച്ച് നാളെ ജൂൺ 21 മുതലാണ് ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതുവരെ ഉണ്ടായത് സമ്മർ അല്ല പറയുന്നല്ലോ. അതെ, അല്ല ഇനിയും കൂടും. അതെ, 50 ഡിഗ്രീസ് വരെ പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് ആക്ച്വലി പറഞ്ഞാൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ചൂട് കൂടുന്നതിന് മുമ്പ് ആകാശം ഒന്ന് ഇരുണ്ട്, ഒരു മണൽക്കാറ്റൊക്കെ രാവിലെ ആക്ച്വലി അങ്ങനെയായിരുന്നു. 2 ദിവസം കൊണ്ട് അങ്ങനെയാണ്. ഇപ്പൊ ഈ ആഴ്ചയോട് കൂടി മിക്കവാറും നമ്മളൊരു തീരുമാനത്തിലെത്തും. പിന്നെ ഒരേ ഒരു സന്തോഷം എന്താണെന്നറിയാമോ? തുണി കഴുകി ഇങ്ങനെ ഇടുക, ഇങ്ങെടുത്ത് മടക്കി. ശരിയാ, കുറച്ചു നേരം ഇട്ട പപ്പടം പോലെ ഒടിഞ്ഞിങ്ങനെ വരും. ശരിക്കും അത് നല്ല ക്വാളിറ്റി ഉള്ള തുണി മേടിക്കണം. നിങ്ങളെ പോലെയല്ല, നമ്മള് പാവങ്ങൾ ക്വാളിറ്റി ഇല്ലാത്തതേ മേടിക്കാറ്. നമ്മൾ ബസ് സ്റ്റാൻഡ് അറ്റത്ത് നിന്നൊക്കെ പോയി നിന്ന് വാങ്ങിച്ചു കൊണ്ടിട്ടാ പപ്പടം പോലെ പൊടിയും. നമ്മളൊക്കെ തുണി സിൽക്കാണ് കിടന്നു, സിൽക്കാണ്. അപ്പൊ ഐഷ പാട്ട് പാടുവോ? ഇല്ല. അതെന്താ പാടത്തെ? സൗണ്ട് ശരിയല്ല, ജലദോഷമുണ്ട്. ഇത് പനയോല പറമ്പിലെ ശബ്ദങ്ങളൊക്കെ ഇവിടെ ആതിര പാടുന്നുണ്ടല്ലോ. ഐഷയുടെ ശബ്ദം അത് ചോദിക്കാൻ അടിപൊളിയല്ലേ? അതിരയുടെ സൗണ്ട് നല്ലതല്ലേ? താങ്ക് യു ഐഷ. ആരെങ്കിലും പറയണ്ടല്ലോ.
അപ്പം ഐഷ അവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ ഹസ്ബൻഡും മക്കളും. എന്താണ് അവരുടെയൊക്കെ പേര്? അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടട്ടെ. മെഹനാസ് ഉണ്ട്, മെഹനാസ്, മാസിനുണ്ട്. കേട്ടില്ല. മെഹനാസും മാസിനും. മെഹനാസും മാസിനും. ഓക്കെ. മാസിൻ. ഫുൾ നെയിം എങ്ങനെയാണ്? മെഹനാസ് ഫാത്തിമ. മെഹനാസ് ഫാത്തിമ. മാസിൻ ബോയ് ആണോ? അതെ ബോയ്. ചെറുതാ. എത്ര വയസ്സായി? 2 വയസ്സാവുന്നേ ഉള്ളൂ. അക്രമമൊക്കെ ഉണ്ടോ? ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ഭയങ്കര അക്രമമാണ് അല്ലേ? നമ്മളൊക്കെ ചെറുതായപ്പോ അക്രമം എന്താ നമുക്ക് അറിയുന്നല്ലോ. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അമ്മേ ശരിക്കും കേട്ടോ. ഭയങ്കര എന്റെ ഒരു സുഹൃത്തിന്റെ മകനുണ്ട് കേട്ടോ. അതായത് എന്റെ മകനുണ്ട്, മകന്റെ കൂട്ടുകാരന്റെ അനിയൻ. അപ്പൊ ഈ മകനും മോളും എന്നെ അച്ഛാന്നാണല്ലോ വിളിക്കുന്നത്. അവരെ പപ്പാന്നാ വിളിക്കുന്നത്, ക്രിസ്ത്യൻസ് ആണ്. അപ്പൊ ഈ അച്ഛാന്ന് വിളിക്കുന്നത് കേട്ടിട്ട് ഇപ്പൊ അവൻ ഓതന്റിക്കലി അച്ഛാന്ന് വിളിക്കുന്നത് എന്നെയാണ്. ഇപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരുടെ പാർട്ടി കൂടുമ്പോഴും അച്ഛാ. അപ്പം ഫ്രണ്ട് അവിടെ ഇരുന്നിട്ട് പറയാ നിന്നെ അങ്ങനെ വിളിക്കുന്ന അച്ഛാന്ന് വിളിക്കുന്നു. അല്ല ഇതുപോലെ അതുകൊണ്ട് തന്നെ കുസൃതി അവന് ആരോഗ്യമുണ്ട്. ഈ ഒരു സാധനം അവനത് പിടിച്ചു മേടിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഈ നിമിഷ നേരം കൊണ്ട് ഓടിക്കളയും. പിന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ആരെങ്കിലും കൈയിരിക്കുന്ന സാധനം ചെന്ന് തട്ടിയെടുക്കുക, അതിന് ഭയങ്കര, അതായത് ഒന്ന് താഴെ വയ്ക്കുമ്പോൾ അടുത്ത വലിച്ചിടുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതാണ്. പക്ഷെ ഒരു പാവ കുഞ്ഞുമാണ്, നമുക്ക് വഴക്ക് പറയാൻ തോന്നുന്നില്ല. ഭയങ്കര അക്രമാണോ? അതുപോലെ മാസിന് എങ്ങനെ ഇതുപോലെ അക്രമം ഉണ്ടോ? ചുമ്മാതല്ല ഐഷയ്ക്ക് വിളിക്കാൻ പറ്റാ, കാരണം ഒരാൾ അവിടെ ഫുൾ ടൈം നോക്കിയിരിക്കണം കുഞ്ഞിനെ അല്ലേ? ഐഷ നാട്ടിലെവിടെയാ? നാട്ടിൽ ചേർത്തലയാണല്ലേ? ചേർത്തല വെള്ളം കയറുന്ന സ്ഥലത്താണോ മഴ പെയ്താ? അല്ല, വീട്ടിലങ്ങനെ വെള്ളം കയറാറില്ല. അപ്പൊ എന്തായാലും മുരുകേഷിന്റെ എന്താണ് ചോദ്യം നമുക്ക് നോക്കാം. ഇനി ആ കൂട്ടുകാരൻ കേട്ടിട്ട് എന്നെ വല്ലതും പറയണോ? അപ്പൊ എന്തായാലും പേര് പറഞ്ഞില്ലല്ലോ ഞാൻ. ഗസ് ദി സോങ്. ജയറാം ഉർവശി, കൊച്ചിൻ ഹനീഫ, രാജസേന. എന്റെ സിനിമ ഒരു അസോസിയേഷൻ ഫംഗ്ഷൻ ഇവന്റ് ആണ്. നായകൻ ഇൻട്രൊഡക്ഷൻ സോങ്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. നായകൻ ഇൻട്രൊഡക്ഷൻ ആണോ? നായകൻ ഇൻട്രൊഡക്ഷൻ ആയിരിക്കില്ല, മറ്റേ ഇതായിരിക്കും. എന്തുവായിരുന്നു ഇതായിട്ടുള്ള നല്ലൊരു പാട്ടാ. അല്ലല്ല, എനിക്ക് അതിലുള്ള തന്നെയാണ്. പക്ഷെ ആ പാട്ട്, അതായത് നമ്മൾ ഈ അടുക്കളയിലൊക്കെ കറിയിലിടുന്ന ഒരു സാധനത്തിലാണ് പാട്ടിന്റെ ആദ്യത്തെ വരുന്നത്. ഇത് കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ നോക്കൂല. ചന്ദ്രലേഖയായി മധുചന്ദ്രലേഖ സിനിമയുടെ മധുചന്ദ്രലേഖ. അതെ. ഐഷ ഇനി ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് തരുമ്പോ വിളിക്കണം കേട്ടോ. ഇത്രയും നാള് വിളിക്കാത്തതിനുള്ള ശിക്ഷയാണെന്ന് കരുതിയാൽ മതി. മധുചന്ദ്രലേഖ നമുക്ക് അറിയായിരുന്നു സിനിമ, പക്ഷെ പാട്ട് ആ പാട്ടേ പോവുള്ളൂ. കുസുമവദനെ കുസുമവദനയാണല്ലോ കുറച്ചുകൂടെ പോപ്പുലർ. അതെ അതെ അതെ. അപ്പൊ ശരി, ഇനി വിളിക്കണം കേട്ടോ ഐഷ. എല്ലാരും അന്വേഷിച്ചു പറഞ്ഞേക്കൂ. ബൈ ബൈ. ബൈ. ഹലോ ഹലോ, ഒരു പരിഷ്കാരി. ഇതാണോ പരിഷ്കാരി? ഇടയ്ക്ക് ആൾക്കാർ എന്നോട് പറഞ്ഞു. ബൈ ദ വേ, നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടിരുന്നല്ലോ. പാവം കേട്ടോ, എന്നെ വെയിറ്റ് ചെയ്ത് താഴെ നിന്നു. എവിടെ? നമ്മുടെ ഹോട്ടലിന്റെ ഫ്രണ്ടില്. എന്താ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാഞ്ഞേ? വെയിറ്റ് ചെയ്ത് നിന്ന് കാണും. ഞാൻ വെയിറ്റ് ചെയ്ത് പിന്നെ ഇത് ടി വി ഇവിടെ സ്റ്റക്ക് ആയി കാണല്ലോ. എല്ലാവർക്കും ഉള്ള പ്രശ്നമാണോ എനിക്ക് മാത്രമാണോ അറിയില്ല? ടി വി സ്റ്റക്കായി. എല്ലാവരും ശ്രദ്ധിക്കുക. ടെക്നിക്കൽ ടീം പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. അല്ല ഇതാരാ പാൻറ്റൊക്കെ പ്രമാണി? ഇതൊരു പ്രമാണി പരിഷ്കാരി. നമ്മളെ ജോലിക്ക് പോയിട്ട് ആവടിക്കുന്നു. ഇതാണ് എന്റെ വർക്കിംഗ് ഡ്രസ്. ജോലി കഴിഞ്ഞ് വരുവാ? ഞാനും തന്നെയാ. എന്തോന്ന് ജോലി കഴിഞ്ഞ്? ജോലി കഴിച്ചിട്ട് വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ടല്ലേ വന്നാ? അല്ലല്ല, ഞാൻ ഇന്ന് ഇതേ ഡ്രസ് ഇട്ടിട്ട് തന്നെ. അല്ല, ഇന്ന് ഇതല്ലല്ലോ, ഇന്ന് മറ്റേ ഇതല്ലല്ലോ കണ്ടത് ഔട്ട്ഫിറ്റ് ചെക്ക്. ഇന്ന് ഞാൻ ഇട്ടില്ലല്ലോ ഔട്ട്ഫിറ്റ് ചെക്ക്. അതെന്നത്തെ അപ്പം? അത് ഇന്നലത്തെ അല്ലേ? കുളിച്ചില്ലെങ്കിൽ എന്തോ പെരപ്പുറത്തെന്ന് പറയുന്ന കണക്കാണ് ഇവിടെ ചിലരുടെ.
ആ പോട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. പറയാതിരിക്കുന്നത് റിഷാലേ, ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ എന്നെ കാണാതെ പോയത് അല്ല, ആദ്യം അവിടെ ബിസിയാന്ന്, പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പിന്നെ മുരുകേഷ് ഒക്കെ കുറച്ച് ബിസി. അതല്ല, റിഷാല് നിന്നപ്പോഴത്തേക്കേ ഒരു ആന്റിയും കൂടെ ഒരു വല്യമ്മയും കൂടെ ഇറങ്ങിപ്പോയി കണ്ടായിരുന്നാ. മേക്കപ്പ് ഇല്ലാതെ വന്നു, എനിക്ക് വരെ മനസ്സിലായില്ല. പിന്നെ റിഷാലിന് ഞാൻ ആന്റിയെ ശ്രദ്ധിച്ചാണ്, ആന്റി നല്ല സുന്ദരിയായിരുന്നു. അവിടെ റിസപ്ഷനിൽ ചോദിച്ചു ആതിര, അപ്പൊ ഇപ്പൊ പോയിരുന്നോന്ന് പറഞ്ഞു. ആ അത് തന്നെ. അപ്പൊ എന്റെ മുമ്പ് കൂടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മുമ്പിൽ പോയി 2 ചുമയും ചോദിച്ചാൽ ഫ്രണ്ടിൽ നിന്ന് എന്നിട്ട് കൈ പിടിച്ച് ആരോ വണ്ടി കയറ്റി അതന്നെ കറക്റ്റാ. കണ്ണാടിയൊക്കെ വെച്ച് അതെ ഒരു വടി ഉണ്ടായിരുന്നു പിടിക്കാൻ. ഇത് സീറ്റ് ബെൽറ്റ് വടിയല്ലേ, ഇത് വീൽ ചെയറായിരുന്നു. പക്ഷെ ദോഷം പറയരുതല്ലോ, അകത്ത് കയറി 25 കട്ട്ലറ്റും തിന്നിട്ടാണ് ഇറങ്ങിയത്. സനീഷ് അവിടെ കിടന്ന് ഓടുന്നുണ്ടായിരുന്നു, അയ്യോ ആതിര വരുന്ന റീഫിൽ എന്നും പറഞ്ഞോണ്ട്. അത് പണ്ട് നമ്മള് ബാംഗ്ലൂർ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴേ നമ്മളെ ഫ്രണ്ട് വരുന്നു, അവൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും കിച്ചണിൽ പേര് വേഗം കഴിച്ചു തീർക്കും. നമ്മളെ മെസ്സായിരുന്നു, അപ്പൊ അവൻ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും തിന്നു. അതുപോലെ തന്നെ ഞാനും അതുപോലെ കേട്ടോ, ഫുൾ തിന്ന് തീർക്കും. കാരണം മുരുകേഷൻ കണ്ടില്ലേ ശോഷിച്ചിരിക്കുന്നത്, ഞാൻ അത് പിന്നെ മനസ്സ് നന്നായിരിക്കണം. മുരുകേഷ് ഈ ഡ്രസ് നന്നായി അടിപൊളിയായി ചേരുന്നുണ്ട് കേട്ടോ. ആണോ, താങ്ക് യു. ഇത് നമ്മളെ സാറി, എനിക്ക് ഇവിടെ വന്ന് നിന്നപ്പോൾ ഷോ ചെയ്യുന്ന മൂഡ് വരുന്നില്ല. കാര്യം ആ ജോലിക്ക് നിൽക്കുന്ന പോലെ ഒരു ഫീലാണ്. മറ്റേ ഷർട്ടൊക്കെ ഇട്ട്, മറ്റേ തിളങ്ങുന്ന ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോഴാണ് ഫീലിംഗ് ആണല്ലോ. അയ്യോ ഫീലിംഗ് ഇല്ല. ഇന്ന് എന്തായാലും റിഷാലിന് പ്രായമുള്ള എന്റെ ടീമിലാട്ടോ, ചെറുപ്പക്കാരനായ റിഷാൽ. വയസ്സ് ജസ്റ്റ് നമ്മുടെ മനസ്സെങ്ങനെയുണ്ട്, വയസ്സ് നമ്പർ തന്നെയാണ്, അതെനിക്കറിയാം. നമ്മുടെ മനസ്സെങ്ങനെയുണ്ടാവും അതുപോലെ. എനിക്ക് 33 വയസ്സായി, പക്ഷെ ഞാനിപ്പോഴും ഒരു 31 വയസ്സായി. 33 ഒരു 10-20 സിംഹത്തിന് മുമ്പ്. അപ്പൊ എന്നെക്കാട്ടി മൂത്തതല്ലേ? സാരയില്ല റിഷാൽക്ക. അപ്പൊ ഗസ്റ്റ് സോങ് ആണ് കേട്ടോ ഇന്ന്. മുരളി, വിനീത്, നെടുമുടി വേണു, അമൃത. സിനിമ മനസ്സിലായല്ലോ. അല്ല, അതിൽ മുരളി ഇല്ല, സർഗത്തില്. വർഷങ്ങൾക്ക് ശേഷം തെറ്റിദ്ധാരണ മാറി ഒരുമിക്കുന്ന അച്ഛനും മകളും. അത് ഇതല്ല, അങ്ങനെ ശരിയാൻ പറ്റില്ലല്ലോ. അത് തെറ്റിദ്ധാരണ മാറ്റരുത് നമ്മള്. എന്തെങ്കിലും പറഞ്ഞു അല്ല, മുരളി മുരളി വീണെന്ന്. മുരളി, വിനീത്, നെടുമുടി വേണു, അമൃത. വർഷങ്ങൾക്ക് ശേഷം തെറ്റിദ്ധാരണ മാറി ഒരുമിക്കുന്ന അച്ഛനും മകളും. അമൃത നമ്മള് രംഭയാണോ? രംഭേനെ അറിയുള്ളൂ, അമൃതനെ അറിയില്ല. അത് തന്നെ. രംഭ എന്ന് പറയുമ്പോ എന്താന്ന് അറിയില്ല, കുളിര് വരുമെന്ന്. അത് അറിയില്ല കേട്ടോ. അയ്യോ അറിയില്ല. ക്ലൂ വേറെ എന്തെങ്കിലും? ക്ലൂ എന്ന് പറഞ്ഞാ ഈ സിനിമ ഏതെന്ന് മനസ്സിലായോ? മധു ഒക്കെ ഉള്ള സിനിമ, ഒരു വള്ളത്തിന്റെ കഥ പറയുന്ന സിനിമ. വള്ളത്തിന്റെ കഥയല്ല, വള്ളം ആണ്. ഒരു മനോഹരമായൊരു പാട്ടാണ്. എന്താ ഒരു ചുണ്ടൻ അല്ലേ? അതന്നെ. മകളെ പാതിമലരേ അടുത്ത പ്രോഗ്രാമിന് നിങ്ങൾ രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. അഫ്സലിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ. അയ്യോ അത് ഞാൻ റെഡിയാ, ഞാൻ എവർ റെഡിയാ. പക്ഷെ ആതിര പാടി കഴിയുമ്പോ മറ്റേ ഫ്ലൂട്ട് വായിക്കണ അണ്ണ ഇറങ്ങി വന്ന ഫ്ലൂട്ടിനെ അടിച്ച പാട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ച ആൾ അതോടെ നിർത്തിയ പണി. അല്ല, പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്ക് തോന്നി പഠിച്ചിട്ടില്ല. റിഷാല പരിപാടി കാണാനുണ്ടായിരുന്നോ? അല്ല, പിന്നെ എനിക്ക് ആ പ്രോഗ്രാം നടക്കുന്ന അറിയാം. പിന്നെ വെറുതെ വീട്ടില് ഇരുന്ന് കുറച്ച് വൈകുന്നേരം ഉറങ്ങിപ്പോയി. പിന്നെ വെറുതെ ഫേസ്ബുക്ക് നോക്കിയപ്പോ നിങ്ങളെ വീഡിയോസ്. അപ്പൊ ഞാൻ ഏതായാലും നടക്കാൻ വേണ്ടി ഇറങ്ങി. എന്റെ വീടിന്റെ അടുത്താണ്. അപ്പൊ ഞാൻ അതിലിങ്ങനെ നടക്കാൻ വന്നപ്പം ഒരാള് ഭയങ്കര ഷോ ഓഫ് അവിടെ. അങ്ങനെ തന്നെയാണ് ഷോ ഓഫ്. ഞാൻ നോക്കുമ്പോ ആൾക്കാരൊക്കെ കൂടി ഒന്ന് സെൽഫി എടുക്കുന്നു. അപ്പൊ നോക്കുമ്പോ പരിചയമുള്ള ആള്. റിഷാൽ തള്ളുന്നതാണ് കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ തെറ്റിദ്ധരിക്കണ്ട. നോക്കുമ്പോ നമ്മളെ അണ്ണനാണ്, മുരുകേശ്. നമ്മള് പാവം. അപ്പൊ ആക്ച്വലി കാണാൻ വരണ്ടായിരുന്നു, നല്ല പരിപാടിയായിരുന്നു. പിന്നെ സ്പോർട്സ് ഡ്രസ് ഒക്കെ ആയിരുന്നു, എല്ലാം കേറിയായിരുന്നു. കുഴപ്പമില്ല. അപ്പൊ റിഷാൽ ഇനി ഓടെ ഇറങ്ങുമ്പോ ഒരു ഒറ്റമുട്ടും കൂടെ എടുത്ത് പോക്കറ്റ് ഇട്ടാലേ കൊടുത്തോണ്ടാൻ കയറാലോ. അപ്പൊ എന്തായാലും ഇനി ഉണ്ടാവും പരിപാടി. അപ്പൊ വരിക, ഇനി വിളിക്കണം. വിളിച്ചതിൽ നന്ദി. താങ്ക് യു. ഹലോ, നമസ്കാരം. മുകേഷ്. ഓ നമസ്കാരം. ഇത് ആരാണ്? കുറെ കാലമായല്ലോ, എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ട്. ഇക്കാടെ ഒരു ചെറുപ്പം ഫോട്ടോ ഒക്കെ കണ്ടിട്ടേ ഞാൻ അന്തം വിട്ടുപോയി. മനസ്സിലായില്ലേ?
അതെ ആ ശബ്ദം അല്ല ശബ്ദം ഇച്ചിരി മാറിയിരിക്കണു ഒരു അതുകൊണ്ടാ മാറ്റവും ഇല്ല. ഉണ്ട്. ഓ ഇപ്പം വേറെ വയ്യായിക എന്തെങ്കിലും ഉണ്ടോ? ശബ്ദം മാറിയിരിക്കണ്ടോ? ഷെരീഫക്ക ഇപ്പൊ പറഞ്ഞേ ഫർസാനെ അല്ലേന്ന് ചോദിച്ചേനെ ഇപ്പൊ. പിന്നെ പറഞ്ഞു. ഞാനിപ്പോ സ്പീക്കർ ഫോൺ വെച്ചോണ്ടാ ആ ഇപ്പൊ ശരിയായി ഇപ്പൊ ആ ശരിയായി. ഷെരീഫക്ക ആ ഫോട്ടോയില് അയ്യോ ഞാൻ കണ്ടില്ല. ഭയങ്കര ചുള്ളൻ. ആണോ? അല്ലേലും ചുള്ളനാണല്ലോ എപ്പോഴും ആ, അല്ലേ? ഇപ്പോഴും ചുള്ളനാണ്. പിന്നെ അതായത് ശരി. അല്ല നമ്മൾ ചെറുപ്പത്തിൽ ഉള്ള ഒരു ചുള്ളൻ എന്ന് മുരുകേശന്റെ പറയുമ്പോൾ ഒരു ഇത് എന്താണിത്? ഇപ്പോഴും ഷെരീഫ് ഖാൻ ചുള്ളനായി തന്നെ ഇരിക്കണേ. 89 ഫോട്ടോ അത്. 89 ശ്ശോ, എനിക്കന്ന് 2 വയസ്സ്, ആതിരക്ക് 22. ഷെരീഫക്ക എന്റെ ടീമിലാണേ. ആ പറഞ്ഞോളൂ. ഈദൊക്കെ എങ്ങനെ ആഘോഷിച്ചു ഷെരീഫ് ഖാൻ? നന്നായി ആഘോഷിച്ചോ? ആ നന്നായി ആഘോഷിച്ചു. നാട്ടിലൊന്നും പോയില്ല? നാട്ടിൽ പോകുന്നു, അടുത്ത മാസം പോകുന്നു. അടുത്ത മാസം അടിപൊളി. അപ്പൊ നാട്ടിലെല്ലാരോടും നമ്മുടെ അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ ഓക്കെ. അടുത്ത 5 ദിവസം ഭീകര മഴയെന്നാണ് ഫോർകാസ്റ്റ്. പുള്ളി അടുത്ത മാസമല്ല. ഞാനാണ് പോകുന്നുണ്ട്. ആ ഒഴുകി പോകരുത് വെള്ളത്തിലെ. ഒരിക്കലുമില്ല, ഞാൻ ഭീകരമായിട്ട് നീന്തും. അപ്പോ നിങ്ങളിപ്പോ കറി വന്നതേ ഉള്ളൂ അല്ലേ? ഞാനിപ്പോ പോയിട്ട് വന്നതേ. ആ ഞാനിപ്പോ ഒന്ന് പോയിട്ട്. ആദ്യം അവിടെ പോയിട്ട് വരൾച്ചയാക്കിയിട്ട് ഇനി വന്നു. ഇനി ഞാൻ പോയിട്ട് മഴ പെയ്ക്കണം. ഞാൻ പോയപ്പോ ശാന്തതയായിരുന്നു. ഇപ്പൊ പോകുമ്പോ പെരുമഴയായിരിക്കും. ശാന്തത. നിങ്ങളുടെ പെരുന്നാളൊക്കെ എങ്ങനെയായിരുന്നു? കുഴപ്പമില്ലാണ്ട് പോയി. കുഴപ്പമില്ലായിരുന്നു. ബിരിയാണി കഴിച്ചു, മന്തി കഴിച്ചു, മന്തി കഴിച്ചു, മണ്ടി കഴിച്ചു, അതായത് ആതിര കഴിച്ചു. മന്തി കഴിച്ചു. അത്രേ ഉള്ളൂ. സിനിമ കണ്ടു, അത്രേ ഉള്ളൂ. ഏത് സിനിമ കണ്ട്? ഗ്ര കണ്ടു. പിന്നെ കൊള്ളത്തില്ലെന്നല്ലേ? കൊള്ളത്തില്ല. പിന്നെ തലവൻ കണ്ടു, അത് നല്ലതാ. തലവൻ വിജയ് സേതുപതിയുടെ നോ തലവൻ തലവൻ നമ്മുടെ ബിജു മേനോൻ, ആസിഫ് അലി. നല്ല കൊള്ളാം അല്ലേ? ജിഷ്വായുടെ നല്ല മൂവിയാ. നല്ല സിനിമ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഷെരീഫിക്ക നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ? ചോദിച്ചോളൂ. നെടുമുടി വേണു ഗസ്റ്റ് മൂവിയാണ് കേട്ടോ. അതെ. ഗസ്റ്റ് മൂവിയാണ്. നെടുമുടി വേണു, മനോജ് കെ ജയൻ, തിലകൻ, വിനീത്. സംഗീത പശ്ചാത്തലത്തിലുള്ള ചിത്രം. അതിലത് ഒന്നും കൂടി ചോദ്യം. നെടുമുടി വേണു, മനോജ് കെ ജയൻ ഒന്നുകൂടെ പറയണം, തിലകൻ, വിനീത്. സംഗീത പശ്ചാത്തലത്തിലുള്ള ചിത്രം. ഈ തണുക്കുന്നു എന്ന് പറയുന്ന ക്ലൂ അല്ല. അതായത് ഇത് വളരെ ഫേമസ് ആയിട്ട് മധു ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു വിഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സിനിമയല്ലേ അതല്ലേ? മധു ഇല്ല അല്ലേ? അത് പുലിമുരുകൻ. മധു വിഗ്ഗും വെച്ചുകൊണ്ട് വന്നത്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് മനോജ് കെ ജയന്റെ ഒരു പ്രത്യേക കഥാപാത്രമാണ്. ആ മനോജ് കെ ജയൻ അടിപൊളിയായിട്ട് ചെയ്ത ഒരു പുള്ളിയുടെ ആദ്യ കാലത്തുള്ള സിനിമയാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ആണ്. തുമ്പോളി കടപ്പുറമൊന്നും അല്ലല്ലോ. അല്ല, അതിൽ ഗുണ്ടയല്ലേ മനോജ് കെ ജയൻ? തെറ്റിപ്പോയി ഷെരീഫിക്ക. ഇത് സർഗമാണ്. സർഗം. 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 ആ സെൻട്രൽ ആദ്യം ഞാൻ പറയാൻ വേണ്ടി വിചാരിച്ചു. പോയി. എന്നിട്ടാണ് തുമ്പോളി കടപ്പുറത്തിലൊക്കെ പോയി. സർഗം വിജയ്. അതിൽ മറ്റേത് കടൽ, ഇത് സംഗീതം. സംഗീതം. മറ്റേത് കടലിനെ തൂത്ത് പറക്കി അടിയും പശ്ചാത്തലമാണ്. സാരില്ല ഷെരീഫ് ഇനിയും വിളിക്കാട്ടോ. ഇതിനു മുമ്പ് എന്തൊരു കോളർ പറഞ്ഞല്ലോ സർഗമാണ്. സർഗമാണോ ചോദിച്ചതാ? അതെ അതെ. ഞാൻ എല്ലാം ചോദിച്ചു. അപ്പൊ ഞാൻ അതായിരിക്കില്ല, അതിങ്ങനെ ചോദിക്കൂലല്ലോ എന്ന് വിചാരിച്ച്. അയ്യോ ഇതെല്ലാം പാട്ടൊക്കെ ഉണ്ട്. ഭയങ്കര മനോജ് കെയുടെ ഭയങ്കര വീഡിയോ ഒക്കെ. പിന്നെ അതെ 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 അതെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം ഷെരീഫിക്ക. ഇനിയും വിളിക്കണം. ഓക്കെ, താങ്ക് യു. ഓക്കെ ബൈ. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്താലോ? ചെറിയ ബ്രേക്ക് എടുത്തിരിച്ചു. ഒരു കോളറും കൂടെ ഉണ്ട്, അതും കൂടി. ഒരു കോളും കൊണ്ട് ആരോ അവിടുന്ന് ഹലോ എന്ന് വിളിക്കുന്നു. ഹലോ, ഗുഡ് ഈവനിങ്. ആരാണ്? ഞാനാണ് അബ്ദുൾ സമദാണ്. അബ്ദുൾ സമദ്. അതെ, നമ്മളെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ട്. അത് നമ്പർ ഇട്ടതാണ് മുരുകേഷ്. വിളിച്ചിട്ടുണ്ട്. ഓർമ്മയില്ല. അബ്ദുൾ സമദ് അതെ, എവിടുന്നാ അബ്ദുൾ സമദ് വിളിക്കുന്നത്? മുരുകേഷ് നല്ല സ്മാർട്ട് ആയിട്ടുണ്ടെന്ന്. ഞാനല്ല, നല്ല പാന്റും ഷർട്ടും. താങ്ക് യു. ഞാൻ സ്മാർട്ട് അല്ലേ? സ്മാർട്ടാണ്, പക്ഷെ മുരുകേഷിന്റെ അത്രയും സ്മാർട്ട് അല്ല. കുറച്ചുകൂടെ സാരമില്ല, ചില ദിവസങ്ങൾ അങ്ങനെ ആവാം. അല്ല, മുരുകേഷ് കൊച്ചി ഇറക്കുന്ന പോലെ ഇരിക്കും. ഞാൻ ശരിക്കും ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ. എപ്പോഴും ഞാൻ ഇങ്ങനെ എനിക്കൊരു വല്യമ്മ സ്നേഹം. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ആവാം, സാരമില്ല. ഞാനിങ്ങ് വിട്ടു തന്നു. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ല സമതേ, ഇനി സമതിനെതിരെയുള്ള കൂരമ്പുകളായിരിക്കും ആതിരയുടെ വായിൽ നിന്ന് വഹിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇല്ല, ആതിരയും കുഴപ്പമില്ല. ആതിരയുടെ കളർ കോമ്പിനേഷൻ ഒക്കെ സൂപ്പർ, ബെൽറ്റ് ഒക്കെ നല്ലത്. താങ്ക് യു. ഒന്ന് കുളിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നേനെ ഫൈനലി. സമത് പാട്ട് പാടുവോ? ഇല്ല, ഞാൻ പാടില്ല, പാട്ട് കേൾക്കും. കേൾക്കും അല്ലേ? ഇപ്പൊ എനിക്കൊരു ഓർമ്മ വരും സമതിന്റെ. സമത് എന്താണ് പ്രൊഫഷൻ? എന്താണ്? ഞാൻ ചാരിറ്റിയോ? ചാരിറ്റി, അത് എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ അത് ചാരിറ്റി മത്ലബ് ഞാൻ ആ ചാരിറ്റിയിൽ വർക്ക് ചെയ്യുക. ചാരിറ്റിയിൽ വർക്ക് ചെയ്യണു? അതെ അതെ. പെട്ടെന്ന് ഹിന്ദി വന്നു. മത്ലബ്
അങ്ങനെയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബോംബെ പോകാറുണ്ട്. ഇവിടെ അതോ ലോകം. അതുപോലെ എന്ന് പറഞ്ഞാൽ നന്നായി. ഈ ഇവിടെ ടാക്സിക്കാരന്റെ അടുത്ത് കയറിയിട്ട് ആംഗ്യം കാണിക്കുന്നവളാണ് പാകിസ്ഥാനി ടാക്സിക്കാരൻ. അല്ല, എനിക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം. മത്തിലബെന്ന് അതവിടെ നിൽക്കട്ടെ. സമതേ, അപ്പൊ ഈ ചാരിറ്റി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മളെ അറിയിക്കണമെങ്കിൽ അറിയിക്കാം. ഒരു ക്യൂരിയോസിറ്റി വന്നു. അതെ അതെ. എന്താണ് ചാരിറ്റി എന്ന് പറയുന്നത്? എന്തോ വർക്കിനെ കുറിച്ച് കൂടുതൽ പറയാൻ താല്പര്യം ഉണ്ടോ ഇല്ലയോ? പറയാം. അതായത് പാവപ്പെട്ട ആളുകൾ ഇപ്പൊ ഇവിടെയുള്ള എന്തെങ്കിലും സഹായം ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ ഓഫീസിൽ വരും, അവരവിടെ റിക്വസ്റ്റ് തരും. എന്നിട്ട് ഇപ്പൊ മെഡിക്കൽ ബന്ധപ്പെട്ട ആണെങ്കിൽ നമ്മൾ അവർക്ക് എല്ലാം നിയമത്തിനനുസരിച്ചാണെങ്കിൽ സഹായം ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഓർഗനൈസേഷന്റെ പേര്? ഹിസൈനസിന്റെ ആണ് ഇവിടുത്തെ. ഓക്കെ, നൈസ്. അപ്പൊ എന്തായാലും നല്ലൊരു ജോലിയാണ്. അതെ, നല്ലൊരു ജോലിയാണ്. അപ്പം എന്താണ് വൈഫിന്റെ പേരെന്താണ്? വൈഫിന്റെ പേര് സുറുമി. സുറുമി. ആ, മമ്മൂട്ടിയുടെ ഭാര്യയുടെ പേര് സുറുമി അല്ലേ? അല്ല, മോളുടെ പേരാ സുറുമി അല്ലേ? മോളുടെ പേരാണ് അത്. സുറുമി. ഇന്നത്തേക്കുള്ളതായി കുറെ ആയി. പിന്നെ വീട്ടില് ആരൊക്കെയുണ്ട്? സുറുമി, പിന്നെ കുട്ടികളുണ്ട് അല്ലേ? അവിടെ ശബ്ദം കേൾക്കുന്നുണ്ട്. കുട്ടികളുണ്ട്, 3 പിള്ളേരുണ്ട്. എന്താണ് പേര് അവരുടെ? ആരിഫ, ഫാത്തിമ, ഹാജറ. ഹാജറ. കുട്ടികളുടെ പേര് ഞങ്ങൾ കേട്ട പോലെ. അതെ, ഇതിൽ ആരും ഒരാൾ പാടില്ല. ഹാജറയാന്ന് തോന്നുന്നു. ഇല്ല, മാത്രമേ ഉള്ളതായിട്ടില്ല. കുഞ്ഞു കുട്ടികളല്ലേ? അപ്പൊ വീണ്ടും നാട്ടിലെവിടെയാ? നാട്ടിൽ ആലപ്പുഴ. ആലപ്പുഴ അല്ലേ? ഓക്കെ. അപ്പൊ അബ്ദുൾ സമദ് ഇന്ന് എന്റെ ടീമിലാണ്. ആലപ്പുഴ കൈചൂണ്ടി മുക്കുന്ന ഒരു സ്ഥലമുണ്ട് അല്ലേ? അതെ അതെ, അറിയാവോ? ഇല്ല, അറിയത്തില്ല, ചുമ്മാ കേട്ടിട്ടാണ്. എങ്ങനെ അറിയാം? കൈചൂണ്ടി, ഞാൻ അവിടെയാ വീട്. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ശരിക്കും ഞാൻ ചോദിച്ചു കൈചൂണ്ടി മുക്ക്. അന്ന് ഞാൻ ഈ പേര് അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് പറഞ്ഞ സമത് വീട് എവിടെയാന്നുള്ളത്. അങ്ങനെ പറയാറില്ല ഞങ്ങള്. കൈചൂണ്ടി മുക്ക്. ഓക്കെ, അപ്പൊ ഗെസ് ദ സോങ് ആണ് കേട്ടോ. പാട്ടാണോ? പൃഥ്വിരാജ്, സമൃദ്ധ സുനിൽ, എം ജയചന്ദ്രൻ, വിജയ് യേശുദാസ്, ശ്വേത മോഹൻ, റൊമാൻറ്റിക് ഡ്രീം സീക്വൻസ്. സമൃദ്ധ സുനിൽ. ആരൊക്കെയാ? പൃഥ്വിരാജ്, സമൃദ്ധ സുനിൽ ഇവർ രണ്ടുപേരും അഭിനയിച്ചു. എം ജയചന്ദ്രന്റെ സംഗീതം, വിജയ് യേശുദാസും ശ്വേത മേനോനും പാടി. റൊമാൻറ്റിക് ഡ്രീം സീക്വൻസ്. നല്ലൊരു പാട്ടാണ് ഇത്. ടിക്ടോക്കിലും റീൽസിലും ഒക്കെ കിടന്ന് ഇടയ്ക്ക് ഒരുപാട് കറങ്ങിയായിരുന്നു. പൃഥ്വിരാജ് സമൃദ്ധ സുനിൽ ഓടിച്ചിട്ട് പാടുന്ന ഒരു പാട്ടാണ്. ഒരു ഫസ്റ്റ് നൈറ്റ് ആണോ? അതല്ല, അതല്ലേ? ആണോ മിസ്റ്റർ പ്രൊഡ്യൂസർ? മകൻ അല്ല, അതല്ല, ഇത് വേറെ ട്യൂണാണ്. ഇത് പൃഥ്വിരാജ്, സമൃദ്ധ സുനിൽ. അല്ലല്ലല്ലല്ലല്ലല്ല. കറക്റ്റ്, പാടിക്കോ. തരും മധുരമേ പ്രണയം മധുരമേ പ്രണയം. എനിക്ക് കൺഫ്യൂഷൻ വന്ന ഏത് പാട്ടാണ്? ഞാൻ പാടിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു മുദ്രാവാക്യം വിളിക്കുന്നു. അതാണ് ഞാൻ അതല്ലാന്ന് പറഞ്ഞു. പാട്, നമ്മൾ പാട്, തുടങ്ങ്, പാട്, ബാക്കി നമ്മൾ പാടിക്കോളാം. ഞാൻ പാടാം, ഡ്യൂറ്റ് അല്ലേ? സമത് പാടി കഴിയുമ്പോ ഞാൻ എന്റെ ഭാഗം. ഞാൻ പാടുവാണെങ്കിൽ ഗദ്യം പോലെ ആയിപ്പോ. ഇല്ലല്ലോ, അത് വേണം. മാത്രം അയ്യോ, എന്തായാലും രസമുണ്ട്. അയ്യോ അയ്യോ, അടിപൊളി. എന്തായാലും ഇഷ്ടപ്പെട്ടു അബ്ദുൾ സമദിന്റെ പാട്ട്. അതെ, അപ്പൊ ഇനിയും വിളിക്കണം. അപ്പൊ എന്തായാലും അബ്ദുൾ സമദിന്റെ പേര് ലക്കി ഡ്രോയിലേക്ക് പോകുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഒലിവ് ബ്യൂട്ടി പാർലർ തരുന്ന ഒരു വൗച്ചറും ഉണ്ട്. വൈഫിന് കൊടുക്കാം, സുർമിക്ക് കൊടുക്കാം. പിന്നെ അതല്ല, അതാണ് ഒലിവ് ബ്യൂട്ടി പാർലറിന്റെ വൗച്ചറാണ് സമ്മാനം. അതല്ലാതെ പേര് ലക്കി ഡ്രോയിൽ പോകുന്നുണ്ട്. നമ്മുടെ ഷോ അവസാനം വരെ കാണുക. അതായത് ഏതെങ്കിലും ഒരു സമ്മാനമായിരിക്കും കിട്ടുക. ഒന്നെങ്കിൽ ക്രോക്കഡോയിൽ പാർക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഒരു കപ്പിൾ ഇൻവൈറ്റ്, അതല്ല എന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് ജംഗ്ഷനിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട് ഒരു 50 ദിറംസിന്റെ വൗച്ചർ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിക്കുക അബ്ദുൾ സമദ്, ഇനിയും വിളിക്കണം. ഷോയുടെ എൻഡ് വരെ കാണുക. ഓക്കെ, ഓൾറൈറ്റ്. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? ലക്ഷ്മി. ലക്ഷ്മി. ലക്ഷ്മി ടീച്ചറായ ലക്ഷ്മി? ഹലോ, ടീച്ചറാണോ ലക്ഷ്മി? അല്ല അല്ല, ടീച്ചറായി. ലക്ഷ്മിക്ക് എന്താ ലക്ഷ്മി എന്ന് പറയാനൊരു എന്തോ ഇതുണ്ടല്ലോ ലക്ഷ്മി? ഇല്ല, എന്റെ പേര് പറഞ്ഞതാണ്. അത്രേ ഉള്ളൂ. ലക്ഷ്മിനെയാണോ ഞാൻ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ വെച്ച് കണ്ടേ? അതാണ്. ഞാൻ കണ്ടിരുന്നു ആക്ച്വലി ലക്ഷ്മിനെ ഹസ്ബൻഡിനെ തിയേറ്ററിൽ. ഒന്ന് ഒഴിഞ്ഞിട്ടോ കേട്ടോ ലക്ഷ്മി.
ഗിർ സിനിമ കാണാൻ പോയപ്പോ കണ്ടു. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ സിനിമ? തിയേറ്ററിൽ വെച്ച് കണ്ടു നമ്മള്. അല്ലല്ല, ഗിർ സിനിമ ഇഷ്ടപ്പെട്ടോന്ന്? ഇഷ്ടപ്പെട്ടില്ല. എനിക്കും ഇഷ്ടപ്പെട്ടില്ല. അവര് വളരെ പ്രതീക്ഷയിൽ ഇറക്കിയ ഒരു സിനിമ. പക്ഷെ നമ്മൾ രണ്ട് സ്ഥലത്തിരുന്നാ കണ്ടത്. ഇവര് 9 മണിക്ക് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ഞാനും വെയിറ്റ് ചെയ്തു. പക്ഷെ നമ്മുടെ ഷോ 8:30 തുടങ്ങി കഴിഞ്ഞിട്ട് 9 മണിക്കായിരുന്നു. അതെ നമ്മൾ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അവർ അല്ല, കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ കൂടി ഒരു സിനിമ റിവ്യൂ ചെയ്ത് കൊല്ലാനാണോ ഷോയ്ക്ക് വന്നിരിക്കുന്നത്? അല്ല, ഉള്ളത് പറയണമല്ലോ അല്ലേ? അതെ, ചോദിച്ചതിന് ഉത്തരം പറയണ്ടേ? പിന്നെ തീർച്ചയായിട്ടും. അതെ, ചില സിനിമകൾ അങ്ങനെയാണല്ലേ. ഈ ശരിക്കും പറഞ്ഞാൽ റിവ്യൂ ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള റിവ്യൂ കൊടുക്കണം. കാരണം പിന്നല്ലേ സിനിമയും കൊണ്ട് വരുന്നവർ ചിന്തിക്കണം പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. നമ്മളോട് ചോദിച്ചതിന് പറഞ്ഞു. എന്തോ നമുക്ക് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നെ ലക്ഷ്മി, വേറെ എന്തൊക്കെയാണ് വിശേഷം? വേറെ എങ്ങനെ സുഖം, ഇങ്ങനെ പോകുന്നു. പെരുന്നാൾ എന്ത് ചെയ്തു? എങ്ങനെ എൻജോയ് ചെയ്തു? ഞങ്ങൾ റിസോർട്ടിൽ പോയി. ഓ അടിപൊളി. ഏത് റിസോർട്ടില്? ബാഹി മറ്റേ അജ്മാൻ റിസോർട്ടില്. ഓക്കെ അടിപൊളി. പക്ഷെ വെതർ ഇച്ചിരി ചൂടായിരുന്നു അല്ലേ? അവിടെ കുഴപ്പമുണ്ടായിരുന്നില്ല? സെലക്ട് ചെയ്തേ, അതുകൊണ്ട് റിസോർട്ടിൽ പോയി. റിസോർട്ടിൽ റിസോർട്ടിൽ പോയത്. പക്ഷെ പൂളിലൊക്കെ നല്ല തിരക്കാണെന്ന് പറയുന്നത് കേട്ടായിരുന്നു എല്ലാ റിസോർട്ടുകളിലും. തിരക്കുണ്ടായിരുന്നു. അതെ, കാരണം പുറത്ത് നിൽക്കാൻ വയ്യ. ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് അകത്തും വെള്ളം പുറത്തും വെള്ളം. അപ്പൊ ലക്ഷ്മി പാട്ട് പാടുവോ? ഇല്ല, പാടില്ല. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലിപ്പോ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. എന്താണ് പേര് ഹസ്ബൻഡ്? ശിവകുമാർ. ശിവകുമാർ. നല്ല രണ്ടുപേരെയും ഞാൻ പരിചയപ്പെട്ടു. മുരുകേഷിനെ അന്വേഷിച്ചു. ഞങ്ങള് പരിചയപ്പെട്ടു. പരിചയപ്പെട്ടല്ലേ? താങ്ക് യു കേട്ടാ. കാണാൻ പറ്റില്ല, നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ഇന്ന് ലക്ഷ്മി മുരുകേഷിന്റെ ടീമിലാട്ടോ. എന്റെ ടീമിലാണ്. ശിവകുമാർ എന്ന് പറയുമ്പോൾ നമ്മുടെ സൂര്യയുടെയും കാർത്തിയുടെയും അച്ഛൻ. അത് തന്നെ, സൂര്യയുടെയും കാർത്തിയുടെയും. അപ്പൊ നമുക്ക് എന്തായാലും ചോദ്യത്തിലേക്ക് കടക്കാം. ഗസ്തി സോങ് ആണ് കേട്ടാ. ഓക്കെ. മോഹൻലാൽ, ലിസി, പ്രിയദർശൻ കാണുമല്ലോ. പ്രിയദർശൻ, യേശുദാസ് ചിത്ര പാടിയ പാട്ട്. ടെലിഫോണുകൾ നിറഞ്ഞ ഗാനരംഗം. എനിക്കറിയാം. ഹലോ ഹലോ താളവട്ടാണോ? അല്ല, ടെലിഫോൺ നിറഞ്ഞിരിക്കുന്നത് റോങ് നമ്പർ. അത് തന്നെ, സിനിമ അതാണെന്ന് തോന്നുന്നു. ഹലോ മൈ ഡിയർ റോങ് നമ്പർ. അതെ, ഹലോ മൈ ഡിയർ റോങ് നമ്പർ. അതിലെ പാട്ട് ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഒരു അന്നത്തെ ഒരു പെപ്പെ നമ്പർ ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഹലോ മൈ ഡിയർ റോങ് നമ്പറിൽ ഒരു പാട്ടുണ്ട്, നിറയെ ഫോൺ വെച്ച്. പാട്ടാണ് നമുക്ക് വേണ്ടത്. അതാണ് ചോദിച്ചത്. എനിക്ക് അറിയായിരുന്നു. വേഗാവട്ടെ, കമോൺ. റോങ് നമ്പർ എന്താണ്? 24466. അതെ, നീയൻ കിനാവോ. പാടിക്കോ. പാടാൻ അറിയില്ല. നീയൻ ഹസ്ബൻഡ് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു പുള്ളിയുടെ കൂടെ ഫോൺ. കിനാവോ. ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള പാട്ടായിരുന്നു. അപ്പൊ എന്തായാലും ഹസ്ബൻഡ് വന്ന് രക്ഷിച്ചിരിക്കുകയാണ്. അതെ, എന്തായാലും നിങ്ങളുടെ പേര്. സിനിമ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഫോണിന്റെ എന്ന് പറഞ്ഞപ്പോ പാട്ടിന്റെ പാട്ട് തുടക്കം. അപ്പൊ എന്തായാലും പേര് ലക്കി ഡ്രോയിൽ പോകുന്നുണ്ട്. നമുക്ക് നോക്കാം സമ്മാനം കിട്ടുമല്ലോ എന്നുള്ളത്. അല്ലെങ്കിൽ ആ സമ്മാനം, ലക്കി ഡ്രോ സമ്മാനം ഇല്ലെങ്കിൽ ഒലിവ് ബ്യൂട്ടി പാർലർ തരുന്ന ഒരു വൗച്ചർ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്ക് തിരിച്ചു വരാം. വെൽക്കം ബാക്ക്. ഈ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഈ ഇടയ്ക്ക് ഒരു അസോസിയേഷൻ പരിപാടിക്ക് പോയി കേട്ടാ. പാട്ട് പാടിയാ? അല്ല, ഇനിയിപ്പോ എന്തായാലും കൂട്ടുകാരുടെ നിന്ന് കിട്ടും. ഇനി അസോസിയേഷൻ കാര്യം കൂടെ വന്ന് കയറിയിട്ട് പോട്ടെ, ആ കഥയും കൂടെ പറയാം. അപ്പൊ അവിടെ വന്നിട്ട് അതായത് ഈ അസോസിയേഷനിൽ വരുമ്പോൾ അവിടുത്തെ തലതൊട്ട ആൾക്കാർ ആദ്യം അവരുടെ പരിപാടികൾ കഴിഞ്ഞിട്ടാണല്ലോ പിന്നെയുള്ള ആൾക്കാർ വരുന്നത്. അപ്പൊ പലപ്പോഴും ആരുടെയെങ്കിലും ഗസ്റ്റായിട്ട് വരുന്ന നല്ല കലാകാരന്മാർക്ക് അവസരം പിന്നേ കിട്ടുള്ളൂ. ഇതൊരു അസോസിയേഷൻ്റെ കാര്യമല്ല, എല്ലായിടത്തും ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചേച്ചി പാടാൻ വന്ന ടീച്ചറാണ്, മ്യൂസിക് ടീച്ചറാണ്. കുറച്ച് കഴിഞ്ഞു നല്ല ഭംഗിയായിട്ട് പാടുന്നുണ്ട്. ഇപ്പോൾ പഴയ പാട്ട് പാടുമ്പോൾ ജാനകിയുടെ ശബ്ദത്തിൽ തന്നെ പാടണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ചേച്ചി അങ്ങനെയല്ല കേട്ടോ. ചിത്രയുടെ ആണെങ്കിൽ ആ ശബ്ദത്തിൽ അങ്ങനെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി വന്നിട്ട് നമ്മുടെ രാഗേന്ദു കിരണങ്ങൾ പാടി. ഇത് പാട്ട് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ കാണാൻ മാമന്മാരെയൊക്കെ മുഖമുണ്ടല്ലേ താമര പോലെ അങ്ങ് വിരിഞ്ഞങ്ങ് തൊടുത്ത്. ഇവരിങ്ങനെ അന്തം വിട്ട് ആ പാട്ട് കേട്ട് ഓർമ്മകൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മൈക്ക് ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ട് ടേബിളിൽ. അപ്പോൾ ഈ അനുപല്ലവി അങ്ങോട്ട് കഴിഞ്ഞ് രാഗേന്ദു തുടങ്ങുന്നതിന് മുമ്പ് ഒരു മാമ മൈക്ക് എടുത്ത്
രാഗേന്ദു മമ്മൂട്ടി മറ്റേ അഴകേ പാടുമല്ലേ റമി ടോമിയോടാ. നമ്മളെല്ലാം കൂടെ നെഞ്ചിലും കൈ വെച്ചു. ഈ ചേച്ചിയും പേടിച്ച്. അതെ നമ്മൾ പറഞ്ഞു അണ്ണാ ഹാർട്ട് അറ്റാക്കിനൊന്നും പ്രായമില്ല. അല്ല ഞാൻ പെട്ടെന്ന് തുണ്ട എന്റെ പിടിച്ച് അറിയാതെ ആ ആവേശം സിനിമയൊക്കെ ആലോചിച്ച് ചാടി എണീച്ച് ഒറ്റ വരി. ഹലോ ഹലോ ഗുഡ് ഈവനിങ്. കഥ കേട്ട് പേടിച്ചു. കഥ കേട്ട് വിളിക്കുന്നതായിരിക്കും ആരെങ്കിലും. ഞാൻ എന്താണ് പാട്ട് പാടിയത്, നിനക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കാനായിരിക്കും. ഹലോ ഗുഡ് ഈവനിങ്. ഹലോ ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? അനൂപാണ്. അനൂപേ. അനൂപേ വിശേഷം? കഥ കേട്ടില്ല ഞാൻ. അനൂപ് കഴിഞ്ഞ പ്രാവശ്യം സമ്മാനം അടിച്ചല്ലോ. സമ്മാനം അടിച്ച് ഞാൻ വിളിക്കാൻ മറന്നുപോയില്ലേ. അയ്യേ വെറുതെ കളഞ്ഞല്ലോ സമ്മാനം. അതല്ല, പിറ്റേ ദിവസം കുറച്ച് തിരക്കിൽ വിട്ടു, അങ്ങനെ മിസ്സായി പോയി. അത് ശരി. ഷോയിൽ വരുമ്പോൾ ഫോൺ സൈലന്റ് ആയി വെക്കുക എന്നുള്ളതൊരു ഇത് സംഭവം എന്താണെന്നറിയാമോ? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ഫാർമസിയിൽ നിന്ന് ഒരു കോള് വരുന്നു. വെയിറ്റ് ചെയ്ത് 8:30 മണി വരെ നിന്നു. ഷോയ്ക്ക് കയറിയതിനു ശേഷമാണ് അവർക്ക് വിളിക്കാൻ തോന്നിയത്. ഇപ്പൊ 4ാമത്തെ കോളാണ് വിളിക്കുന്നത്. ഇനി മിക്കവാറും 4 ദിവസം കഴിഞ്ഞിട്ടേ വിളിക്കൂ. അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. എടുക്കാത്ത അറിവുണ്ടല്ലേ. ഓക്കെ. അപ്പൊ എന്താണ് എന്തായാലും ഫോണിൽ സൈലന്റ് ആക്കിയിട്ടുണ്ട്. നന്ദിയുണ്ട്. കാരണം ഫ്ലോ അങ്ങ് പോയി. സോറി പറഞ്ഞാലും. അല്ല മുരുക, ആരാണ് ആ പരിപാടി നിർത്തിയെന്ന് പറഞ്ഞത്? ആതിരനെ പാട്ട് പഠിപ്പിക്കാൻ. ഏയ് എന്നെയല്ല, ആ പുള്ളിക്കാരി. ഞാനല്ല. ആ പുള്ളിക്കാരി കർപ്പൂരം വെച്ച് കാത്തിരുന്നു. ആതിര വരെയാണെങ്കിൽ കയ്യിൽ വെച്ച് കത്തിച്ച് സത്യം ചെയ്യാനായിട്ട്. ഞാൻ പിടിച്ചു വെച്ച് കത്തിച്ചിട്ട് മേലെ പാടരുത്. പിന്നെ പാടൊക്കെ ചെയ്യും. മുരുകനും അത്യാവശ്യം നന്നായി പാടും. പണ്ട് ഞാനും ആതിരയും കൂടെ ഇവിടെ ഒരു ഓണപരിപാടിക്ക് പാട്ട് പാടാൻ പോയി. അതായത് കരോക്കെ ഇട്ടിട്ട് എനിക്ക് കരോക്കെ ഇട്ട് പാടാൻ ശീലമില്ല. അതുകൊണ്ട് പാട്ട് തുടങ്ങേണ്ട സമയം അപ്പൊ എന്നെ കൂടെ തെറ്റിച്ച് വീണ്ടും കരോക്കെ ഇട്ടു. എന്നിട്ട് പാടിയിട്ട് അനുപല്ലവി തുടങ്ങേണ്ട സമയത്ത്, പല്ലവി കഴിഞ്ഞ് അനുപല്ലവി തുടങ്ങേണ്ട സമയത്ത് മറ്റേ സിനിമയില് കാറിന്റെ നമ്പർ വയ്ക്കല്ലോ മുകേഷും ജഗദീഷും കൂടെ നിന്നിട്ട് അതിനൊക്കെ ഞാൻ അപ്പൊ എന്നെ കിട്ട് ഇങ്ങോട്ട് ഞാൻ അപ്പൊ വീണ്ടും ഇങ്ങനെ ആക്കി നിന്ന് അനുപല്ലവിയും തീർന്നു. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണല്ലോ പോയ വഴിക്ക് എവിടെ നിന്ന് പറയാ പാട്ട് പാടാൻ കേറാന്ന്. പക്ഷെ എനിക്ക് കരോക്കെ പാടി ശീലമില്ല. ഞാൻ മ്യൂസിക്കിന് കറക്റ്റ് ഇത് എവിടെ അപ്പൊ പറയണം അയ്യോ എനിക്ക് അറിഞ്ഞൂടെന്ന് പറയണം. പറയില്ല. എനിക്ക് മുമ്പേ അവിടെ ചെന്നിരുന്ന് മൈക്ക് എടുത്ത് വെച്ചിട്ട് ഹലോ ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്നത്. അത് പക്ഷെ വല്ലാത്ത സംഭവമായി പോയി. എന്നിട്ട് ആ വാശി അടുത്ത ദിവസം നമ്മൾ ഷോയിൽ വന്നിട്ട് വീണ്ടും പാടി അത് വീണ്ടും കൊളവാക്കി. അയ്യോ നമ്മളെ കൊണ്ടേ പറ്റൂ ഇതൊക്കെ. അയ്യോ നിങ്ങളെ കൊണ്ടേ പറ്റൂ. അങ്ങനെ ഒന്നും പറയണ്ട അനൂപ്. അങ്ങനെ ചില ദുർഘടമായ സിറ്റുവേഷനിൽ കൂടി നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അനൂപ് എങ്ങനെ പോയി ഈ അവധിയൊക്കെ? ജോലി ഉണ്ടായിരുന്നു? അതെ ഇല്ല, ജോലി ഒന്നുമില്ല. പക്ഷെ വീട്ടിൽ തന്നെ ഇരുന്നു. വീട്ടിൽ തന്നെ ഇരുന്നു. ഞാനും അതെ വീട്ടിൽ തന്നെ. അതെ നല്ല ചൂടായിരുന്നു. പക്ഷെ ഞാൻ 2 സിനിമ കാണാൻ പോയി. അപ്പൊ ബിരിയാണിയൊക്കെ ബിരിയാണി വീട്ടിലുണ്ടാക്കില്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും വാങ്ങിച്ചാ പോരെ? തൊട്ടടുത്ത വീട്ടിൽ നല്ല സ്മെല്ല് വന്നു. അപ്പൊ നേരെ കടയിൽ നിന്ന് ഓർഡർ ചെയ്തു. ഞാൻ വെച്ചാൽ അവിടെ ചെന്നിട്ട് സമയം എന്താന്നൊക്കെ ചോദിച്ചു വീണ്ടും വരും. ഇല്ല, അവരോട് നമ്മള് നല്ല സ്മെല്ലാന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അവര് മൈൻഡ് ചെയ്തില്ല. അപ്പൊ എന്തായാലും അവരും വേറെ അവിടെ നിന്നാണ്ട് കൊണ്ടുവന്നതാ. അല്ല ഒരു വീട്ടിലൊക്കെ അവര് ഒരു നേരത്തേക്കാണ് ഈ ഫ്രിഡ്ജിൽ കയറ്റുന്ന ഒരു പ്രവണത ഇപ്പൊ കുറഞ്ഞു വന്നിട്ടുണ്ട്. അല്ല കറക്റ്റ് ആ ഒരു അളവിന് സ്മെല്ലുണ്ടായിരുന്നു. അപ്പൊ അവര് എവിടുന്ന കൊണ്ടുവന്ന സാധനമായിരുന്നു. കാരണം ഈ ഒന്നാള് പ്രവാസികൾക്ക് ഈ ഓണം കഴിഞ്ഞാല് സാമ്പാർ ഒക്കെ അടുത്ത ഓണം വരെ ഇരിക്കുന്നുള്ള ആ ഒരു ഇത് കാരണം ഇപ്പൊ എല്ലാം വളരെ ലിമിറ്റ് ആയിട്ട്. ഓണം കഴിഞ്ഞ് വിഷു വരെ ഇരിക്കും, വിഷുവിന്റെ സാധനം ഓണം വരെ ഇരിക്കും. അതെ സത്യം. നാട്ടിലും അതൊക്കെ തന്നെ. ഇപ്പൊ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട് പുളിയിഞ്ചി. ഇഞ്ചി പുളിയിഞ്ചി ഇഞ്ചിപ്പുളിയൊക്കെ അങ്ങനെ ഇരിക്കേണ്ട സാധനം. അത് ഇരിക്കുന്നതോറും ടേസ്റ്റ് കൂടുന്നത്. കഴിക്കുമ്പോ ടേസ്റ്റ് ഉണ്ടോ? അല്ല ഇത് അത് ഉണ്ടാക്കിയത് കുറച്ച് ഫോൾട്ട് പറ്റി, അത് കാരണം ഇരിക്കുന്നതാ. വൈഫായിരിക്കും. അതുകൊണ്ടല്ലേ ഇത്രതായിട്ട് പറയുന്നത്. വൈഫും അമ്മയുണ്ട്. പക്ഷെ അവര് കേൾക്കുന്നത് അവര് കിച്ചണിലാണ്. അവര് കേട്ടെങ്കിൽ ഇന്ന് ആ പുളിഞ്ചി മാത്രമായിരിക്കും അത്താഴം. കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നാളെ അതും ഉണ്ടാവില്ല. കേട്ട് കഴിഞ്ഞാ. അപ്പൊ എന്തായാലും ചോദ്യം ഇതാണ്, ഗസ് ദി സോങ്. ഇന്നിപ്പോ 2 പ്രാവശ്യമായിട്ട് ഗസ് ദ സോങ് മാത്രമേ ഉള്ളല്ലോ. അല്ല അത് അറിയില്ല നമ്മളുടെ പാട്ട്. അപ്പൊ ഒരു മൂവി തരാം. നോക്കാം. ഇത് നോക്കാം. എങ്കിൽ പിന്നെ അത് നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞു
അനുവിന് ഗസ്തി എല്ലാം വരുന്നത് അത് തന്നെ. എല്ലാം എഴുതി സോങ് ഇട്ടിട്ട് നമ്മൾ മറ്റേ തത്ത ഓ ഇതെല്ലാം ഗസ്റ്റ് സോങ്. അപ്പൊ എന്നെ ചോദിച്ചു ഗസ്തി സോങ് തന്നെ തരാം അനുവേ. എല്ലാം വിധിയുടെ വിളയാട്ടം എന്ന് കരുതി സമാധാനിക്കുക. മോഹൻലാൽ, ഉർവശി, ജഗദീഷ്, MG ശ്രീകുമാർ പാടിയ പാട്ട്. തെരുവ് സർക്കസ് കൂട്ടത്തിന്റെ നാടൻ പാട്ടും നൃത്തവും. ഓ പൊളി. മറ്റേ വിഷ്ണു ലോകം അത് തന്നെ പാട്ട്. പാട്ട്. അയ്യോ ഒരു അത് തന്നെ. പാടിക്കോ പാടിക്കോ. അയ്യോ പാടാൻ അല്ല നമ്മളെല്ലാം കൂടെ പാടുകയല്ലേ. 1 2 3 4. ഞാന് ദക്ഷിണ വെച്ച വഴിക്ക് അയാൾ ഓടിപ്പോയി. കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ മച്ചാനി പൊന്നു മച്ചാനി നിന്നിരുമാനത്ത് പടരാൻ മോഹം. അതന്നെ. സൈഡിൽ കൂടെ ചോട്ടിലിങ്ങനെ യെസ്. അപ്പൊ എന്തായാലും അടിപൊളി. അടിപൊളി. അപ്പൊ Congratulations. പേര് ലക്കി ഡ്രോയിലേക്ക് പോകുന്നുണ്ട്. ഇപ്രാവശ്യം ലക്കി ആവില്ലെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നോക്കാട്ടാ. ഓക്കെ ഓക്കെ ബൈ. ബൈ ബൈ. ബൈ ബൈ. ഹലോ ഹലോ ഗുഡ് ഈവനിങ്. ഹലോ ഗുഡ് ഈവനിങ്. ആരാണത്? ഇത് ഇന്ദു ആണ്. ബിന്ദു. ഇന്ദു ബിന്ദു നമ്മൾ വിളിച്ചിട്ടുണ്ടോ? ബിന്ദു അല്ല ഇന്ദു ആണ്. ഇന്ദു അതായത് ക്യൂട്ട് ശബ്ദം. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രിയിലെ ഇന്ദു. ആ ഇന്ദു. അതെ അതെ അതെ. ഭയങ്കര ക്യൂട്ട് ശബ്ദം കേട്ടോ ഇന്ദു. താങ്ക് യു. ഇന്ദു നമ്മളെ ആദ്യമായിട്ട് വിളിക്കുകയാണല്ലേ? ആദ്യമായിട്ട് വിളിക്കാണ്. എവിടെയാ നാട്ടില്? ഞാൻ നാട്ടില് തൃശ്ശൂര്. തൃശ്ശൂര്. അപ്പൊ ഇന്ദു പാട്ട് പാടുവോ? ഇല്ല പാട്ട് പാടില്ല. പാട്ട് പാടില്ല. അത് ചുമ്മാ പറയുന്നതെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ പാടിക്കുന്ന വെച്ചിട്ടല്ലേ? ഞാൻ പാട്ട് പാടില്ല. പാട്ട് പാടില്ല. ഓ നോ പ്രോബ്ലം. എന്ത് ചെയ്യണു ഇവിടെ? ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്. എന്തൊക്കെയാണ് അവരുടെ പേരുകള്? മോന്റെ പേര് പ്രണവ്, മോളുടെ പേര് പുണ്യ. പ്രണവ് and പുണ്യ. Nice name. ഏതൊക്കെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കൊച്ചുകുട്ടികളാണോ? അല്ല മോൻ 7th ലാണ്, മോള് 1st സ്റ്റാൻഡേർഡില്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഓക്കെ. ഇന്നാണോ നമ്മുടെ പരിപാടി കാണുന്നത്? അതോ പരിപാടി കണ്ടിട്ട് ഇന്നാണോ ആദ്യമായിട്ട് വിളിക്കണേ? ഇന്നാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്. പരിപാടി കാണാറുണ്ടായിരുന്നു അല്ലേ? കാണാറുണ്ട്. ഓക്കെ. എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം ഇന്ദു. അപ്പൊ ഇന്ദു ഇത് പെരുന്നാളിനൊക്കെ എന്ത് ചെയ്തു? ബിരിയാണി ഉണ്ടാക്കിയോ വീട്ടില്? വീട്ടില് ബിരിയാണി ഉണ്ടാക്കി. അടിപൊളി. എന്ത് ബിരിയാണി ഉണ്ടാക്കി? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. ഒട്ടകത്തിന്റെ ബിരിയാണി ശ്രമിച്ചുകൂടെയായിരുന്നോ? ഒട്ടകത്തിന് കിട്ടി കാണില്ല. അപ്പൊ എന്താ നിങ്ങൾ ഗെറ്റ് ടുഗദേഴ്സ് എല്ലാരും വരാറ്? ഫ്രണ്ട്സ് എല്ലാം കൂടിയായിരുന്നോ? അതല്ലേ പറഞ്ഞ കസിൻസ് ഒക്കെ വന്നിരുന്നു. കസിൻസ് ഒക്കെ വന്നിരുന്നല്ലേ? ഓക്കെ. ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞായിരുന്നല്ലോ? ഇല്ല ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞില്ല. അതെന്താ പറയാത്തത്? പ്രേം. അത് ചോദിച്ചില്ല. ചോദിക്കണം. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോ എന്താ ഹസ്ബൻഡ് ഫുൾ നെയിം എന്താ? ഹസ്ബൻഡ് ഫുൾ നെയിം പ്രേംചന്ദ്. 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 നൈസ് നെയിം. അതെ പുള്ളി നമ്മുടെ മറ്റേ സിനിമയിലൊക്കെ ഉള്ള പേരുകൾ പോലെ അല്ലേ? പ്രേംചന്ദ്. പ്രേംചന്ദ് നമ്മളെ ഹിന്ദി സിനിമയിലെ പ്രേം ചോപ്രയൊക്കെ വരുന്നത്. പ്രേം ചോപ്രയാണ്. സോറി. അപ്പൊ എന്തായാലും ഇന്ദു ഇന്ന് എന്റെ ടീമിലാ. ഗസ്റ്റ് സോങ് ആണ് കേട്ടോ. ഓക്കെ. ദിലീപ്, മീര ജാസ്മിൻ, സലീം കുമാർ, മോഹൻ സിത്താര. അല്ല മോഹൻ സിത്താര അതിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻ സിത്താര ഇതാ ഗാനം സംഗീതം. നിക്കാഹ് തലേന്നുള്ള ആഘോഷം. ആഘോഷമല്ല ആഘോഷം. മേഘത്തിന്റെ ഖ. നിക്കാഹ് തലേദിവസം ആഘോഷം. ഏത് സിനിമ? ദിലീപും മീര ജാസ്മിൻ, സലീം കുമാർ. ഓക്കെ എനിക്കറിയാം. മോഹൻ സിത്താര ആണ് സംഗീതം. നിക്കാഹിന്റെ തലേദിവസമുള്ള ആഘോഷം. ഫോർട്ട് കൊച്ചി ബാക്ക്ഗ്രൗണ്ടിൽ നടന്നൊരു സിനിമയല്ലേ ഇത്? വയസ്സന്മാരായിട്ട് കുറെ. അതല്ല. അതാണോ? ഓക്കെ അപ്പൊ മാറിപ്പോയി. അതിലെവിടെ മീര ജാസ്മിൻ? മീര അല്ല, ഇതിനകത്ത് മീര ജാസ്മിൻ എഴുതിയിരിക്കുന്നത്. സോറി. അപ്പൊ അത് മീര ജാസ്മിൻ അല്ല കേട്ടോ. ദിലീപ്, കാവ്യ മാധവൻ, സലീം കുമാർ, മോഹൻ സിത്താര സംഗീതം, നിക്കാഹ് തലേന്നുള്ള ആഘോഷം. ഈ ഒരു സിനിമ ഒരു ക്ലൂ തരാനാണെങ്കിൽ അന്ധവിശ്വാസം ഉള്ള ഒരു നായകനാണ്. മനസ്സിലായി. അപ്പൊ പാട്ട് അതന്നെ. ദിലീപ് മറ്റേ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരാൾ കോടാലിയും കൊണ്ടുപോകും. അപ്പൊ ഒരു കാലിങ്ങനെ പൊക്കി തുപ്പിട്ട് പോകും.
പാട്ട് ഏതാ? പാട്ട് ഓർമ്മ വരുന്നില്ല. അയ്യോ പാട്ട് തരിവള കയ്യാലെന്നെ വിളിച്ചതെന്തിന് നീ ജമീല. എവിടെ പോണ അത്യാവശ്യം വല്ലതും ഉണ്ടോ? എനിക്ക് പാട്ട് അറിയില്ല. അതുകൊണ്ടാണല്ലേ. ഓക്കെ. അപ്പൊ അതായിരുന്നു പാട്ട്. എന്തു സോറി, സാരമില്ല, ഇനിയും വിളിക്കണം കേട്ടോ. സോറി ഇല്ലേ. അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം. നമുക്ക് വിന്നേഴ്സ് ആരാന്ന് കണ്ടുപിടിക്കണ്ടേ. ശരി.